നമസ്കാരം, ഞാൻ വിനോദ്. ഫൈനൽ സ്റ്റഡീസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ 2 കൊണ്ട്, 3 കൊണ്ട്, 5 കൊണ്ട്, 8 കൊണ്ട്, 10 കൊണ്ട് ഇതൊക്കെ നിശേഷം ഹരിക്കാവുന്നുള്ളത് നമ്മൾ എളുപ്പ വഴി നമുക്കറിയാം അല്ലേ. എന്നാൽ 7 കൊണ്ടുള്ളത് പലർക്കും അറിഞ്ഞുകൂടാ. അത് നോക്കാം എങ്ങനെയാണെന്ന്. ഇതുണ്ടോ, വിച്ച് ഓഫ് ദി ഫോളോയിങ് നമ്പർ ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 7? ഒറ്റയടിക്ക് കണ്ടുപിടിക്കാം നമുക്ക് പെട്ടെന്ന്. എങ്ങനെ കണ്ടുപിടിക്കാം? ഇതുണ്ട്, 5971 ആണെങ്കിൽ അവസാനത്തെ സംഖ്യ എത്രയാണ്? 1. ആ 1ന്റെ ഇരട്ടി ബാക്കിയുള്ള സംഖ്യയിൽ നിന്നും കുറയ്ക്കുക എന്നുള്ളൂ. 1ന്റെ ഇരട്ടി എത്രയാണ്? 2. അപ്പൊ 597 അല്ലേ 1 ഒഴിവാക്കിയ ബാക്കിയുള്ളൂ. അതിൽ നിന്ന് 1ന്റെ ഇരട്ടി എത്രയാണ്? 2 കുറയ്ക്കുക. 7 2 പോയാൽ 5, 9, 595. ഇനി ഒന്നും കൂടെ കുറയ്ക്കണം. ഈ അവസാനത്തെ 5, 5ന്റെ ഇരട്ടി എത്രയാണ്? 10. ബാക്കിയുള്ള സംഖ്യ എന്ന് കുറയ്ക്കുക. 59 നിന്ന് 5ന്റെ ഇരട്ടിയെ 10 കുറയ്ക്കുക. അപ്പോൾ എത്രയാണ്? 9, 5 നിന്ന് 4. ഇപ്പോൾ 2 അക്കം വരെ ചെയ്താൽ മതി. 49 7ന്റെ ഗുണിതമാണോ? 7 49. അപ്പോൾ 7ന്റെ ഗുണിതമാണ്. അതുകൊണ്ട് 7 കൊണ്ട് നിശേഷം ഹരിക്കാം. ഇങ്ങനെ കണ്ടുപിടിക്കാം അല്ലേ. ഒരെണ്ണം ഈ സംഖ്യ കൂടെ നോക്കാം നമുക്ക്. ഇതിന്റെ അവസാനത്തെ അക്കം ഏതാണ്? 7 ആണ്. 7ന്റെ ഇരട്ടി എത്രയാണ്? 14. അത് ബാക്കിയുള്ള സംഖ്യയിൽ നിന്ന് കുറയ്ക്കുക. 597 നിന്ന് 7ന്റെ ഇരട്ടിയായ 14 കുറയ്ക്കുക. അപ്പോൾ 7 4 പോയാൽ 3, 9 നിന്ന് 8, 5. ഇതുണ്ടോ, 583. ഇനിയും ഒന്നും കൂടെ കുറയ്ക്കണം അല്ലേ. 2 അക്കം വരെ കുറയ്ക്കണം. 3ന്റെ അവസാനത്തെ അക്കം 3ന്റെ ഇരട്ടി എത്രയാണ്? 6. അത് ഈ 58 നിന്ന് കുറയ്ക്കുക. 6 2 8, 52. 2 അക്കം വരെ ചെയ്താൽ മതി. 52 എന്നുള്ളത് 7ന്റെ ഗുണിതമാണോ? അല്ല. അപ്പോൾ ഇതിനെ 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ പാടില്ല എന്ന് മനസ്സിലാവും. ഇതിനെ ഹരിക്കാൻ എന്തുകൊണ്ടാണ്? നമ്മളിപ്പോൾ ചെയ്ത രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് 52 എന്ന് പറയുമ്പോൾ 7ന്റെ ഗുണിതമല്ല. അതുകൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കില്ല. ഒരെണ്ണം കൂടെ നോക്കാം. 69,757. അവസാനത്തെ അക്കം ഏതാണ്? 7 അല്ലേ. 7ന്റെ ഇരട്ടി എത്രയാണ്? 14. ബാക്കിയുള്ളതിൽ നിന്ന് 14 കുറയ്ക്കുക. 69 15 നിന്ന് 7 വരും 14 കുറയ്ക്കുക. 14 കുറയ്ക്കുമ്പോൾ 5 4 വരെ 1, ഇത് 0, 69 01. പിന്നെയും എന്ത് ചെയ്യണം? ഈ അവസാനത്തെ അക്കം 1 അല്ലേ. 1ന്റെ ഇരട്ടി എത്രയാണ്? 2 കുറയ്ക്കുന്നത് ഇതിൽ നിന്ന്. അപ്പോൾ എത്രയാണ്? 10 2 പേർ 8, ഇവിടെ 8, 688. 2 അക്കം വരെ കുറച്ച് കൊണ്ടുവരണം. ഇനി അവസാനത്തെ 8 അല്ലേ. 8ന്റെ ഇരട്ടി എത്രയാണ്? 16. 68 നിന്ന് 16 കുറയ്ക്കുക. 8 നിന്ന് 62, 6 നിന്ന് 5, 52. 52 7ന്റെ ഗുണിതമാണോ? അല്ല. അപ്പോൾ ഇതിനെ 7 കൊണ്ട് ശേഷം ഹരിക്കാൻ പറ്റില്ല എന്ന് കണ്ടുപിടിക്കുക. കാരണം 52 7ന്റെ ഗുണിതം അല്ലല്ലോ. 7 49 8 56 ആകും. 52 അല്ല. ഇനി അടുത്തത് നോക്കാം നമുക്ക്. ഇതിന്റെ അവസാനത്തെ ഒക്കെ 9 അല്ലേ. 9ന്റെ ഇരട്ടി എത്രയാണ്? 18. അതിന് ബാക്കിയുള്ള ഇതിൽ നിന്ന് കുറയ്ക്കണം. 4 1 1 3 നിന്ന് 9ന്റെ ഇരട്ടിയായി 18 കുറയ്ക്കണം അല്ലേ. അപ്പോൾ എത്രയാണ്? 13 8 വരെ 8 5 13 അല്ലേ. ഇവിടെ 13 5 8 വരെ 5 വരും. ഇവിടെ 10 ഉള്ളൂ. 10 നിന്ന് 9, ഇവിടെ 0 4. ഇനിയോ അവസാനത്തെ 5 എഴുതി അതിന്റെ ഇരട്ടി കുറയ്ക്കണം. 5ന്റെ ഇരട്ടി എത്രയാണ്? 10. ബാക്കിയുള്ള സംഖ്യയിൽ നിന്ന് കുറയ്ക്കണം. 10 കുറച്ചു. 9 10 നിന്ന് 9 399. ഇനിയും അവസാന സംഖ്യ 9 അല്ലേ. 9ന്റെ ഇരട്ടി എത്രയാണ്? 18. 18 കുറയ്ക്കണം. 9 8 1, 3 നിന്ന് 2, 21 എന്ന് കിട്ടി. 21 7ന്റെ ഗുണിതമാണോ? അതെ. 3 7 21. കണ്ടോ, ഇത് ചെയ്തപ്പോൾ ഇത് 7ന്റെ ഗുണിതമായിട്ട് കിട്ടി. നിശേഷം ഹരിക്കാമെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചു. ഈ സംഖ്യ 7 കൊണ്ട് നിശേഷം ഹരിക്കാം. ഇങ്ങനെയാണ്. അപ്പോൾ അവസാനത്തെ സംഖ്യയുടെ ഇരട്ടി കണ്ടിട്ട് അത് ബാക്കിയുള്ള സംഖ്യയിൽ നിന്ന് കുറച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ നിശേഷം ഹരിക്കാമെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഏവർക്കും നന്ദി.